സമ്പൂർണ്ണ ആരോഗ്യം ചാനലിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ആരോഗ്യത്തെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ശരിയായ രീതിയിലുള്ള അറിവില്ല എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് ആരോഗ്യം, എന്താണ് രോഗം? ഇതിനെക്കുറിച്ച് വ്യക്തമായി നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക നല്ല മസിൽ പവറുള്ള, നല്ല ജിംനാസ്റ്റിക്കായ, നല്ല തടി, നല്ല വെളുത്ത്, നല്ല അല്ലേ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് വലിയ ആരോഗ്യവാന്മാരായും, തടി മെലിഞ്ഞ അല്ലേ കാണുമ്പോൾ ശരീരം പ്രകൃതത്തിൽ അവർ മെലിഞ്ഞ ആളുകൾ, അധികം വെയിറ്റ് ഇല്ലാത്ത ആളുകൾ, അവരൊക്കെ നമുക്ക് എന്തോ അവരോടൊരു രോഗ അല്ലെങ്കിൽ അവർ രോഗിയാണ്, അവരൊന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവലുണ്ട്. സത്യത്തിൽ ആരോഗ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യന് അവൻ്റെ സൃഷ്ടാവ് നൽകിയ ശരീരം, അത് ചില ആൾക്ക് തടിയുള്ള ശരീരമാകും, ചില ആൾക്ക് തടി ഇല്ലാത്തതാവും, ചിലർ കറുത്തവരാം, ചിലർ വെളുത്തവരാകാം, ചിലർ ഹൈറ്റ് കുറഞ്ഞവരാവാം, ചിലർ ഹൈറ്റ് കൂടിയവരാവാം. എന്തായാലും എങ്ങനെയായാലും ഒരു മനുഷ്യന് അവൻ്റെ സൃഷ്ടാവ് നൽകിയ ശരീരം കൊണ്ട് അവന് നല്ല രീതിയിൽ അവൻ്റെ ജോലികൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അവനക്ക് ചിലപ്പം ഒന്ന് ഓടേണ്ടി വന്നാൽ ഓടാൻ കഴിയുന്നുണ്ട്. കുറച്ച് ഭാരമുള്ള ജോലികൾ എടുക്കേണ്ടി വന്നാൽ അത് എടുക്കാൻ കഴിയുന്നുണ്ട്. അവന് നല്ലപോലെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ട്. അവന് നല്ലപോലെ മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുന്നുണ്ട്. അവന് നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ ആളുകളും ആരോഗ്യവാന്മാരാണ്. നമ്മൾ കണക്കാക്കിയ ആരോഗ്യവാനും അല്ലേ, നമ്മളെ ചിന്തകൾ തന്നെ നേരെ തിരിച്ചാണ്. സത്യത്തിൽ ഇവരെല്ലാവരും ഈ രീതിയിൽ എന്തെല്ലാം സ്വന്തം കാര്യങ്ങൾ കഴിയുന്നുണ്ടോ ഇവരെല്ലാവരും ആരോഗ്യവാന്മാരാണ്. മറിച്ച് മറ്റൊരു ഭാഗമാണ് രോഗി. നമ്മളെ കണക്കിൽ രോഗി ആരാ? നമ്മൾ എത്ര ആരോഗ്യമുള്ള ഈ പറയപ്പെട്ട ആരോഗ്യങ്ങളെല്ലാം ഉള്ള ആളുകൾ പോലും പലപ്പോഴും പല ടെസ്റ്റുകൾക്കും വിധേയമായി, അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിലുള്ള കുറേ പാക്കേജുകളും മറ്റ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് അതിലെന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് നോക്കിയിട്ട് സ്വയം ഞാൻ രോഗിയാണ് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. രോഗമെന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളുടെ വ്യത്യാസങ്ങളിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലിൻ്റെ പേരല്ല. രോഗമെന്ന് പറഞ്ഞാൽ നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾക്കാണ് രോഗമെന്ന് പറയുക. എൻ്റെ ശരീരത്തിൽ ഞാൻ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട് അതൊരാൾക്കും അളക്കാൻ കഴിയില്ല. അത് ഞാനാണ് അനുഭവിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അനുഭവിക്കുന്ന ശാരീരിക പ്രയാസങ്ങൾക്കാണ് രോഗമെന്ന് പറയുക. അല്ലാതെ എന്തെങ്കിലും ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമിൻ്റെ അടിസ്ഥാനത്തിലോ ഒരിക്കലും രോഗിയെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൽ വ്യക്തമായിട്ട് നമുക്ക് നിരീക്ഷിച്ചാൽ എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം അസ്വസ്ഥതകൾ ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അസ്വസ്ഥതകളാണ് രോഗം. ഈ അസ്വസ്ഥതകൾക്കാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ അധിക ആളുകളും ഇന്ന് രോഗികളായി മുദ്ര വെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളുടെ പേരിൽ അവർക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ യാതൊരു ശാരീരിക ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും അവർ രോഗികളായി അവർ ജീവിതകാലം മുഴുവൻ ഏതെങ്കിലുമൊക്കെ മരുന്നിന് അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക, ആരോഗ്യം എന്താണെന്നും രോഗം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കി ആ ഉത്തമ ബോധ്യത്തോടു കൂടി നാം ഓരോരുത്തരും ജീവിക്കുക. പ്രയാസങ്ങൾ വന്നാൽ, ശരീരത്തിന് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നാൽ അതിനു വേണ്ടി മാത്രം നിങ്ങൾ ചികിത്സിക്കുക. ഒരിക്കലും നമ്മളുടെ അളവുകളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ ശരിയാക്കാൻ വേണ്ടി അനാവശ്യ ചികിത്സകൾ സ്വീകരിക്കാതിരിക്കുക. ഈ രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ആരോഗ്യം എന്താണെന്ന് രോഗം എന്താണെന്ന് വ്യക്തമായി ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സൃഷ്ടാവ് അതിനുള്ള അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.